എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് പല സംശയങ്ങളാണ്. റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, അതോടൊപ്പം പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് വന്നപ്പോൾ എഡ്യൂക്കേഷൻ സംബന്ധമായ അറിയിപ്പുകൾക്കും അഡ്മിഷൻ റിസൾട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ടൈം ടേബിൾ ആൻസർ ക്വിസ് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾക്കും ഇപ്പോൾ തന്നെ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ 15,000 എന്ന സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്രയാണ്? 52 പേരുടെ പിന്തുണ മാത്രമാണ് നമുക്ക് വേണ്ടത്. പ്രിയ വിദ്യാർത്ഥികളെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് 52 പേരും കൂടെ ആക്കി തരിക കേട്ടോ. എന്നതാ നിങ്ങൾ പിന്തുണച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് 52 എന്ന അക്കൗണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് നാളെയോടെയോ അല്ലെങ്കിൽ ഒക്കെ തന്നെ റിസൾട്ട് അറിയാൻ സാധിക്കും. തിങ്കളാഴ്ച മുതൽ അഡ്മിഷൻ സാധ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത്. വിദ്യാർത്ഥികൾക്ക് നാളെയോടെയൊക്കെ തന്നെ റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. അതിന് നിങ്ങൾ hscap.kerala.gov.in എന്ന് സെർച്ച് ചെയ്യുക. hscap എന്ന് ഡയറക്റ്റ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ മതിയാകും. ഗൂഗിളിലോ ക്രോമിലോ കയറി hscap എന്ന് ഡയറക്റ്റ് സെർച്ച് ചെയ്താൽ മതിയാകും. തുറന്നു വരുന്ന വെബ്സൈറ്റിൽ hscap എന്ന് നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്യുമ്പോൾ HSCAP എന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ തുറന്നു വരുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല. നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമാണ് കാൻഡിഡേറ്റ് ലോഗിൻ SWS സിംഗിൾ വിൻഡോ സിസ്റ്റം എന്നാണ് SWSൻ്റെ ഫുൾ ഫോം. കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് അവിടെ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID-യും പാസ്വേഡും ഡിസ്ട്രിക്റ്റും ജില്ലയും നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ID-യും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് ജില്ലയും നൽകി ലോഗിൻ എന്ന ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. ഇനി സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് അല്ല, കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. ഇനി സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ട്രാൻസ്ഫർ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാൻസ്ഫർ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ സ്കൂളിലേക്ക് അല്ലെങ്കിൽ പുതിയ ഓപ്ഷനിലേക്ക് പുതിയ കോഴ്സിലേക്ക് നിങ്ങൾക്ക് സ്ഥിര പ്രവേശനം മാത്രമേ ഉള്ളൂ. ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഏത് സ്കൂൾ ലഭിച്ചാലും ഏത് കോഴ്സ് ലഭിച്ചാലും നിങ്ങൾ ആ സ്കൂളിൽ നിർബന്ധമായും സ്ഥിര പ്രവേശനം നേടണം. നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് ആ സ്കൂളിൽ അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, ട്രാൻസ്ഫർ ലഭിച്ചു കഴിഞ്ഞാലും ആ വിദ്യാർത്ഥിക്ക് പഴയ സ്കൂളിൽ തന്നെ തുടരാനാണ് ഇഷ്ടമെങ്കിൽ പഴയ സ്കൂളിൽ തുടരാൻ പറ്റുമോ? ഇല്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും പുതിയ സ്കൂളിലേക്ക് നിങ്ങളുടെ പ്രവേശനം മാറ്റണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആദ്യം ലഭിച്ച സീറ്റും ഇപ്പോൾ പുതുതായി ലഭിച്ച സീറ്റും നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല, പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 15,000 സബ്സ്ക്രൈബ് എന്ന വലിയൊരു സംഖ്യയിലേക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വെറും 52 വിദ്യാർത്ഥികളുടെ പിന്തുണയും കൂടി മാത്രമാണ് നമുക്കിനി ആവശ്യം 15,000 എന്ന അക്കൗണ്ടിലേക്ക് എത്താൻ. അത് കഴിഞ്ഞാലും നിങ്ങളുടെ പിന്തുണ വേണം. എന്നാലും 52 പേര് ഒന്ന്
തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡ് ആൻഡ് ടൈം ഫോർ വാച്ചിങ്. ബൈ.